ഇതിനകത്ത് ഓപ്പറേഷൻ തുഫാന് ഒരു രാഷ്ട്രീയവുമില്ല. അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പം എന്നോട് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിൻ്റെ ചെയ്തെങ്കിൽ അവർക്ക് ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റേ പോലീസ് കൊടുക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ശുപാർശ ആരും അംഗീകരിക്കില്ല, ആരുടെ ഇടപെടലും അംഗീകരിക്കില്ല. ഓപ്പറേഷൻ തുഫാൻ അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ ഹവാലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ പിടിയിലായപ്പോൾ വലിയ തോതിൽ വിമർശനം ഉണ്ടായിരുന്നു ഇടത് നേതാക്കളുടെ. ഇപ്പോൾ DYFIക്കാരും പിടിയിലായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ല. രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു തലമുറയെ രക്ഷിക്കാനുള്ള നീക്കമാണ് കേരള ഗവൺമെൻറ് നടത്തുന്നത്. മുഖ്യമന്ത്രി അന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നിപ്പോൾ 76ാമത്തെ ദിവസമാണ്. ഈ 76 ദിവസം കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മിടുക്കോ അല്ലെങ്കിൽ പോലീസിൻ്റെ മിടുക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് മിടുക്കല്ല. അതിനപ്പുറമായി ജനങ്ങൾ കേരളം ആഗ്രഹിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണിത്. അത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിലെ യുവതലമുറയെ ഈ ലഹരിയിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. വീണയുമായി ബന്ധപ്പെട്ട് ഇഡി കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 3ാം തവണ ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. ഇഡിയുടെ റിലീസിൽ തന്നെ പറയുന്നത് തുടർ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോകും. ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇത് വന്നിട്ടില്ല. വീർഭൂമിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നേതാവാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ 82ാം ജന്മദിനമാണ്. അതിനിപ്പോൾ വീർഭൂമിയിലേക്ക് പോവാണ്. ഏതാ അത് കണ്ടിട്ട് പറയാം. ഈ സൗത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കില്ല, അതിൽ ഈ ലഹരി വിഷയം ചർച്ചയാവോ? എന്താണ്? തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ.